കേരള ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വളരെ പെട്ടെന്നൊരു പരിപ്പ് വട ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു കപ്പ് വടപ്പരിപ്പെടുത്ത് കുതിർത്ത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചത് അത് ജാറിലേക്ക് കുറേശ്ശെ വീതം ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഒരു 3 വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ അടിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് തിരിച്ചാണ് അടിച്ചു കൊടുക്കാൻ. നല്ല പൊടിഞ്ഞ് വരും, പരിപ്പ് നല്ല പൊടിഞ്ഞ് വരണം. 2 മണിക്കൂറിൽ കൂടുതൽ കുതിർത്ത് കഴിഞ്ഞാൽ അത് അങ്ങ് ഒരുമാതിരി ചല ആയിപ്പോവും. ഇത് നല്ല ഫ്രഷായിട്ട് പൊടിഞ്ഞിരിപ്പുണ്ട്. ബാക്കിയും കൂടെ ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കാം. വലിയ താമസമൊന്നുമില്ല. ഇവിടെ പരിപ്പെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു പീസ് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു 3 ചെറിയ ഉള്ളി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില കൊത്തിയരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം കൊത്തിയരിഞ്ഞത്, ഇത് ഇത്രയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മുളക് പൊടിയൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇത് അടിച്ചെടുത്ത പരിപ്പ്, ഇത് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് കറക്കിയെടുത്തതാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വട ഉണ്ടാക്കാം, അധികം താമസമില്ല. 2 മണിക്കൂർ വരുന്ന സമയം മാത്രമേ ഉള്ളൂ ഈ വടയ്ക്ക്. ഇതിൽ ഞാൻ മുളക് പച്ചമുളകല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന വട ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒരമർത്തി കൊടുത്താൽ മതി. നല്ല മൊരുമൊര ഇരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും ഈ വട. കുതിർന്നു പോവേ ഒന്നുമില്ല. ഇത് വെറും കോഫിയുടെ കൂടെയും ചായയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതെല്ലാം കോരിയിട്ടുണ്ട്. അടുത്തും ഇതുപോലെ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ബാച്ചും ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. മൊരിഞ്ഞ വടയും കട്ടൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പുതിന ഇലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്നുകൂടെ കൂടും.
ഇത് നല്ല മൊരയാണ് ഇരിക്കണം. ദാ കണ്ട നല്ല മൊര. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് സോഫ്റ്റായി പോവുകയൊന്നുമില്ല. നല്ല മൊര ഇരിക്കും. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കല്ലേ. ബായ്.